ഇതുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ തന്നെ ഇളകി വരും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ലാമ്പ് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് ഓസ്ട്രേലിയൻ ഹോൾ ലാമ്പിലൊക്കെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഫസ്റ്റ് ഡ്രൈ മാരിനേഷന് വേണ്ടി ചില്ലി പൗഡർ, ഗാർലിക് പൗഡർ, പിന്നെ സോൾട്ട്. ഈ മിക്സ് മീറ്റിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നെക്സ്റ്റ് വെറ്റ് മാരിനേഷൻ റെഡിയാക്കണം. അതിന് ഹോൾ സ്പൈസസ്, കൊറിയൻഡർ സീഡ്, ടർമറിക്, ബ്ലാക്ക് പെപ്പർ, പിന്നെ ജിഞ്ചറും ഗാർലിക്കും നന്നായിട്ട് പൊടിച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ, ഗ്രീൻ ചില്ലി, കൊറിയൻഡർ ലീഫ്, യോഗട്ട്, ലൈം ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മീറ്റിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഈ മീറ്റ് ഫസ്റ്റ് ബട്ടർ പേപ്പർ പിന്നെ ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് ഓവനിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 3 hour സ്ലോ കുക്ക് ചെയ്യണം. ഓ എൻ്റെ അമ്മോ, സ്മെല്ല് ഒരു രക്ഷയില്ല. മീറ്റൊക്കെ ബോണിൽ നിന്ന് ഇപ്പം ഇളകി വരുമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. റൈസ് റെഡിയാക്കി എടുക്കാം. ഫസ്റ്റ് ഒനിയനും ക്യാരറ്റും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അതിനുശേഷം പാനിലേക്ക് ഹോൾ സ്പൈസസ്, മീറ്റ് കുക്ക് ചെയ്തപ്പം വന്ന സ്റ്റോക്ക്, ആവശ്യത്തിന് വെള്ളവും ചേർക്കണം. ഞാൻ 1:1.5 റേഷ്യോയിലാണ് റൈസ് കുക്ക് ചെയ്യുന്നത്. റൈസിലേക്ക് ഫ്രൈഡ് ഒനിയൻ ആൻഡ് ക്യാരറ്റ് ചേർത്ത് ദം ചെയ്തെടുക്കാം. റൈസ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ അടർന്ന് വരിക. ഓ, ഒരു രക്ഷയില്ല. ഓഹോ, അടിപൊളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫോളോ ഫോർ മോർ വീഡിയോസ്.